ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് Mi Box 4K എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റിന്റെ വിശേഷങ്ങളാണ്. വെൽക്കം ടു ബി ഹാപ്പി. ഇറ്റ്സ് മീ ആൽഫിൻ. Mi Box എന്താണെന്ന് അറിയാത്തവർക്ക് ഏറ്റവും ആദ്യമേ തന്നെ അത് പറഞ്ഞുതരാം. Mi Box എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ ടിവിയെ, സ്മാർട്ട് ടി വി അല്ല, സാധാരണ ടിവിയിലോട്ട് നമ്മളുടെ Mi Box കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഒരു HDMI കേബിൾ തരുന്നുണ്ട്. കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ സാധാരണ ടി വി ഒരു സ്മാർട്ട് ടി വി ആയിട്ട് മാറുന്നതാണ്. നമ്മൾക്ക് ഇനി ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ അൺബോക്സ് ചെയ്താണ്, പക്ഷേ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾക്ക് ഏറ്റവും ആദ്യമേ തന്നെ വരുന്നത് Mi Box ആണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾക്ക് ഒരു കവറിനകത്തിട്ടാണ് അവർ തരുന്നത്. ഏറ്റവും ആദ്യമേ ഒരു Mi Box ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ സാധനം പൊക്കുമ്പോൾ നമ്മൾക്ക് ഒരു ടി വിയുടെ റിമോട്ട് തന്നിട്ടുണ്ട്. ഇത് ഷവോമിയുടെ ആ ഒരു റിമോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്തത് ഈ ഒരു റിമോട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പവർ അഡാപ്റ്റർ, അതായത് നമ്മൾക്ക് നമ്മുടെ Mi Boxനെ പവർ കൊടുക്കാനായിട്ട് ഒരു പവർ അഡാപ്റ്റർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു HDMI കേബിളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 സാധനങ്ങളാണ് നമ്മളുടെ ഈ ഒരു Mi Boxന്റെ ഈ ഒരു കവറിനകത്ത് തന്നിട്ടുള്ളത്. അതുമാത്രമല്ല ഇതിനകത്ത് ഒരു യൂസർ ഗൈഡും സാധനവും ഒക്കെ ഉണ്ട്. ഇതുപോലെ Mi Box 4K എന്ന് കൊടുത്തിരിക്കുന്ന ഒരു യൂസർ ഗൈഡും, അതേപോലെ തന്നെ ഇവിടെ ഡു മോർ വിത്ത് യുവർ TV എന്നും ഒരു ചെറിയൊരു പേപ്പറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം ഗൂഗിൾ അസിസ്റ്റന്റിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് നമ്മളുടെ ടി വിയിൽ കണക്ട് ചെയ്ത് നമ്മൾക്ക് നമ്മളുടെ ടി വി സ്മാർട്ട് ടി വി ആക്കാൻ സാധിക്കാം എന്ന് നോക്കാം. HDR10ന്റെ സപ്പോർട്ട് കൂടിയാണ് ഇത് വരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ 4K അൾട്രാ HD റെസൊല്യൂഷനിൽ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾക്ക് HDR10ന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ നല്ല വൈബ്രന്റ് കളേഴ്സിലൊക്കെ വരുമ്പോൾ നമ്മൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. ഇനി പെർഫോമൻസിന്റെ ഭാഗത്തിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾക്ക് 64 ബിറ്റ് ക്വാഡ് കോർ CPU ആണ് വരുന്നത്. Cortex A53 ബേസ്ഡ് പ്രോസസ്സർ ആണ്. അത് മൾട്ടി കോർ GPU ഒക്കെ വെച്ച് നല്ല ഒരു രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടും അതേപോലെ തന്നെ ഒരു നല്ല പെർഫോമൻസ് ലഭിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മൾക്ക് ഓരോ കണ്ടന്റ് ആക്സസ് ചെയ്യുവാനായിട്ട് ഓക്കെ ഗൂഗിൾ അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റന്റ് സംവിധാനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റിമോട്ടിൽ നമ്മൾക്ക് വോയിസ് അസിസ്റ്റന്റിന്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾക്ക് അറിയേണ്ട കണ്ടന്റ് അറിയാൻ സാധിക്കും. ഇനി അടുത്തത് ക്രോംകാസ്റ്റ് ബിൽട്ടിൻ ആണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിലെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നമ്മൾക്ക് നമ്മളുടെ ടി വിയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് ആ ഒരു ഭാഗത്തോട്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. Mi Boxയിൽ നമ്മൾക്കുള്ളത് 4 പോർട്ടാണ്. ഏറ്റവും ഒന്നാമത്തെ പോർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് സ്പീക്കർ ഔട്ടിനുള്ള പോർട്ടാണ്. അതായത് നമ്മൾക്ക് നല്ല വോയിസിൽ നമ്മൾക്ക് ഓരോ കണ്ടന്റ് ഒക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പോർട്ടിലോട്ട് നമ്മുടെ സ്പീക്കർ കണക്ട് ചെയ്ത ശേഷം നമ്മൾക്ക് ആ ഒരു രീതിയിൽ ഉപയോഗിക്കാനാണ്. രണ്ടാമത്തേത് HDMI കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. ഈ ഒരു പോർട്ട് വഴിയാണ് നമ്മൾ അവർ തന്നിരിക്കുന്ന ആ ഒരു HDMI കേബിൾ കണക്ട് ചെയ്ത് നമ്മൾ ഇതിന് രണ്ടാമത്തെ ടി വിയുടെ ബാക്കിലും കണക്ട് ചെയ്ത് നമ്മൾ നമ്മളുടെ ടി വിയെ സ്മാർട്ട് ടി വി ആക്കി മാറ്റുന്നത്. ഇനി മൂന്നാമത്തെ പോർട്ട് കൊടുത്തിരിക്കുന്നത് USB പോർട്ടാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കയ്യിൽ ഒരു USB ഉണ്ട്. ആ ഒരു USB-യിൽ നമുക്ക് കുറേ സിനിമകളൊക്കെ ഉണ്ട്. ആ സിനിമകളൊക്കെ നമ്മൾക്ക് ടി വിയിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പോർട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല നമ്മൾക്കിപ്പോൾ നമ്മളുടെ കയ്യിലുള്ള കീബോർഡും മൗസും ഒക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നാലാമത്തെ പോർട്ട് അത് പവർ അഡാപ്റ്ററിനുള്ള പോർട്ടാണ്. ആ ഒരു പോർട്ടിലോട്ട് നമ്മൾ നമ്മളുടെ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്ത് ഈ ഒരു സാധനത്തിനെ പവർ ചെയ്താണ് നമ്മൾ നമ്മളുടെ ഈ ഒരു Mi Box ഉപയോഗിക്കുന്നത്. ഇത്രയും പോർട്ട്സ് ആണ് നമ്മളുടെ ടി വിയുടെ അല്ലെങ്കിൽ നമ്മളുടെ Mi Boxയിൽ വരുന്നത്. നമുക്ക് നമ്മുടെ ടി വിയെ സ്മാർട്ട് ടി വി ആക്കുവാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ആ ഒരു ബോക്സിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു HDMI കണക്ടർ എടുത്ത് നമ്മളുടെ ഒരു എൻ്റെ നമ്മളുടെ Mi Boxയിലും ഒരു എൻ്റെ നമ്മളുടെ ടി വിയിലും
കണക്ട് ചെയ്യണം. എൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ഒരു HDMI കണക്ടർ, അതായത് രണ്ടെൻഡും സെയിം സാധനമാണ്. അപ്പം എനിക്ക് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്കതാ ഇവിടെ ഇപ്പോൾ എൻ്റെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് HDMI 2 എന്നാണ്. എൻ്റെ HDMI 1 പോർട്ട് നേരെ ബോക്സിലോട്ട്, അതായത് മീ ബോക്സിലോട്ടല്ല, കേബിളിൻ്റെ ബോക്സിലോട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ HDMI 2 പോർട്ടാണ് മീ ബോക്സിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ കറക്റ്റായിട്ട് HDMI 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ഓർക്കുക. എന്നാൽ മാത്രമേ നമ്മൾക്ക് HDMI 1-ൽ നിന്ന് HDMI 2-ലോട്ട് വളരെ ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഒരു എൻഡ് നമ്മളുടെ ഈ ഒരു ടിവിയുടെ HDMI 2 പോർട്ടിലോട്ട് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, ഈ ഒരു മീ ബോക്സിൻ്റെ ഈ ഒരു HDMI പോർട്ടിലോട്ട് നമ്മളിപ്പോൾ ടിവിയുടെ ആ ഒരു HDMI പോർട്ടിലോട്ട് കണക്ട് ചെയ്ത ആ ഒരു HDMI കണക്ടറിൻ്റെ രണ്ടാമത്തെ എൻഡ് നമ്മൾക്കിതാ ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് സ്ട്രെയിറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ടിവിയും അതേപോലെ തന്നെ നമ്മളുടെ മീ ബോക്സും തമ്മിൽ ഈ ഒരു HDMI കണക്ടർ വഴി കണക്ട് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് ആ ഒരു ബോക്സിനകത്ത് ഉണ്ടായിരുന്ന ഈ ഒരു പവർ അഡാപ്റ്റർ വെച്ച് നമ്മൾക്ക് നമ്മുടെ മീ ബോക്സിനെ പവർ ചെയ്യുകയാണ് വേണ്ടത്. അത് നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ള പോർട്ട് ഇതാണ്. അതായത് ഈ ഒരു USB പോർട്ടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു പോർട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു സാധനവും കണക്ട് ചെയ്യാം. ഞാൻ നമ്മളുടെ മീ ബോക്സിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കീബോർഡ് ആൻഡ് മൗസ് കോംബോയുടെ ഒരു USB ആണ്. നിങ്ങൾക്കിനി ഇതുപോലത്തെ സിനിമകളൊക്കെയുള്ള ഒരു USB കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ടേൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്കിത് അതിൽ ഒരു ലൈറ്റ്, റെഡ് ലൈറ്റ് കത്തുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റെഡ് ലൈറ്റ് കണ്ടാൽ നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ മീ ബോക്സ് ടേൺ ഓൺ ചെയ്ത് വന്നിട്ടുണ്ട് എന്ന്. ഞാനിപ്പോൾ എൻ്റെ TV ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മളിനി അടുത്തത് ചെയ്യേണ്ടത്, നമ്മളുടെ ടിവിയുടെ റിമോട്ടിലുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കത് അവിടെ താഴെ നിന്ന് HDMI 2, അതായത് ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾക്ക് HDMI 2 സെലക്ട് ചെയ്യണം. നമ്മൾ HDMI 2 സെലക്ട് ചെയ്യുന്നതിൻ്റെ കാരണം, നമ്മളുടെ ടിവിയുടെ അവിടെ കണക്ട് ചെയ്ത പോർട്ട്, അതായത് HDMI കണക്ട് ചെയ്തത് HDMI 2 പോർട്ടിലായിരുന്നു. നമ്മളിനി അടുത്തത് ചെയ്യേണ്ടത്, നമ്മളുടെ മീ ബോക്സിൻ്റെ ഈ ഒരു റിമോട്ട് എടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു ആപ്സിൻ്റെ ഐക്കണിലും അതേപോലെ തന്നെ ഹോമിൻ്റെ ബട്ടണിലും കൂടി നമ്മൾക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും 8 inches എന്നൊക്കെ കാണിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും റിമോട്ടും മീ ബോക്സും തമ്മിൽ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നമ്മളുടെ റീജിയൻ തിരഞ്ഞെടുക്കാനാണ്. ഞാൻ എന്താ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇന്ത്യ ആണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ എന്താ ഇന്ത്യ ചൂസ് ചെയ്തു. ക്വിക്ക്ലി സെറ്റപ്പ് യുവർ TV വിത്ത് യുവർ ആൻഡ്രോയിഡ് ഫോൺ എന്നോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് സെലക്ട് യുവർ വൈഫൈ നെറ്റ്വർക്ക് ആണ്. ഞാനിപ്പോൾ കേരള വിഷൻ എൻ്റെ വൈഫൈ ഞാൻ കണക്ട് ചെയ്യുന്നു. ഇതിനുശേഷം ഞാൻ എൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ഈ ഒരു ഓൺ സ്ക്രീൻ കീബോർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ എൻ്റെ ആ ഒരു കീബോർഡ് ആൻഡ് മൗസ് കോംബോയുടെ USB ഞാൻ കണക്ട് ചെയ്തതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് ഇതാ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കണക്റ്റിംഗ് ടു കേരള വിഷൻ 1233 എന്ന, കണക്റ്റഡ് സക്സസ്ഫുള്ളി ടു ഇൻ്റർനെറ്റ് എന്ന് വന്നു. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ TV എന്ന, സൈൻ ഇൻ ടു ഗെറ്റ് ന്യൂ ആപ്സ്, റെക്കമെൻഡേഷൻസ്, മൂവീസ് ആൻഡ് മോർ ഫ്രം ഗൂഗിൾ എന്ന്. നമ്മൾക്ക് സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇമെയിൽ ID നമ്മൾ ആ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്യണം. ഞാൻ എൻ്റെ മെയിൽ ID ആ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എന്താ എൻ്റെ ആ ഒരു മെയിൽ ID ഞാൻ എന്താ ആ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്തു. ഇതിനുശേഷം ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ പാസ്വേഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾക്ക് അതും ആ ഒരു ഭാഗത്ത് തന്നെ ടൈപ്പ് ചെയ്യാം. ഞാൻ എന്താ എൻ്റെ പാസ്വേഡ് ഇപ്പോൾ ആ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് അവിടെ അടുത്ത സ്റ്റെപ്പിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന് ഞാൻ അലോ കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് അലോ കൊടുക്കുകയാണ്. ഞാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇപ്പോൾ അലോ കൊടുത്തു.
നമ്മൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അടുത്തത് ടേംസ് ഓഫ് സർവീസ് ആണ്. ഞാൻ എന്താ അത് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇനി ലൊക്കേഷൻ ഞാനത് യെസ് കൊടുക്കുന്നു. ഇനി ഹെൽപ്പ് ഇംപ്രൂവ് ആൻഡ്രോയിഡ് അതും യെസ് കൊടുക്കുന്നു. ഇതിനുശേഷം നമ്മൾ കാണാൻ സാധിക്കും ഗൂഗിൾ അസിസ്റ്റന്റ് ഗെറ്റ് ബെറ്റർ വോയിസ് കൺട്രോൾ ഓഫ് യുവർ TV എന്നൊക്കെ ഉണ്ട്. ഞാൻ ടേൺ ഓൺ കൊടുക്കുന്നു. എ ഫ്യൂ തിങ്സ് യു ഷുഡ് നോ എന്നത് കൊടുക്കുന്നു. കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഗെറ്റ് പേഴ്സണൽ റിസൾട്ട്സ് ടേൺ ഓൺ കൊടുക്കുന്നു. ഗെറ്റ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് യുവർ ഗൂഗിൾ അസിസ്റ്റന്റ് യെസ് കൊടുക്കാം. ഇനി ഇൻസ്റ്റാൾ അഡീഷണൽ ആപ്സ്, നമുക്ക് ഫേസ്ബുക്ക് വാച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ എന്താ ഇവിടെ ഫേസ്ബുക്ക് വാച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഷവോമിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രി ചെയ്യണം. ഞാൻ എന്താ അതും എഗ്രി കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് നമ്മുടെ മീ ബോക്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ TV സ്മാർട്ട് TV ആയിട്ട് മാറിയിരിക്കുകയാണ്. നമുക്ക് മുകളിലത്തെ സെറ്റിംഗ്സിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇന്റർനെറ്റ് കണക്ഷൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സെറ്റ് യുവർ ഡിവൈസ് നെയിം, ഞാൻ എന്താ ഇതിനൊരു ഡിവൈസ് നെയിം കൊടുക്കുകയാണ്. എൻ്റെ കസ്റ്റം നെയിം ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്താ അവിടെ ഒരു പേര് കൊടുക്കുകയാണ്. ഞാൻ എന്താ ഇവിടെ ഒരു കസ്റ്റം നെയിം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾക്ക് നല്ല ഒരു പേരും ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ ആപ്സ് ഒക്കെ ഉണ്ട്. ഡിവൈസ് പ്രിഫറൻസിലോട്ട് വരികയാണെങ്കിൽ എബൌട്ട്, ഡേറ്റ് ആൻഡ് ടൈം, ലാംഗ്വേജ്, കീബോർഡ്, ഡിസ്പ്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ ക്രോംകാസ്റ്റ് ബിൽറ്റ് ഇൻ എന്ന് പറഞ്ഞ ഫീച്ചറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ക്രോംകാസ്റ്റ് ബിൽറ്റിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഞാനിപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ബി ഹാപ്പി ആൽഫിൻ ദ ടെക് എക്സ്പ്ലോറർ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മളുടെ മണ്ടയിലത്തെ ചാനൽ ബാനറും നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ വിൻഡോസ് 11, മീ 11X 5G മൊബൈൽ കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വാച്ച് ട്രെയിലർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിലറൊക്കെ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെയിലറൊക്കെ വാച്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.